നമസ്കാരം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് നിങ്ങൾ നൽകിയ ചില കുറിപ്പുകളാണ്. ദൈവവുമായി ഒരു ആത്മീയ ബന്ധം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള ചില ചിന്തകൾ. പലപ്പോഴും നമ്മുടെ ആരാധനകളൊക്കെ ഒരു യാന്ത്രികമായ ശീലമായി മാറാറുണ്ട് എന്ന് തോന്നാറുണ്ട്. ആ ഒരു ശൂന്യതയെ മറികടക്കാനുള്ള ഒരു വഴിയാണ് നിങ്ങളിവിടെ പറയുന്നത്, അല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ് വിഷയം. ഇതൊരു 2 പടികളുള്ള യാത്രയാണ്. ആദ്യം ദൈവത്തിങ്കിലേക്ക് തിരിയുക, അതിനുശേഷം മാത്രം അവന് കീഴടങ്ങുക. നമ്മൾ പലപ്പോഴും ഈ ക്രമം തെറ്റിക്കാറുണ്ട്. അപ്പോഴാണ് ചെയ്യുന്ന പ്രവൃത്തികൾക്കൊന്നും ഒരു അർത്ഥമില്ലാത്തതുപോലെ തോന്നുന്നത്. ഈ ചിന്തകൾക്കൊരടിസ്ഥാനമായി നിങ്ങൾ സൂറത്ത് അസ്-സുമറിലെ ചില വചനങ്ങൾ പറയുന്നുണ്ട്. ദൈവത്തിന്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തൽ. അത് ഈ ചർച്ചയ്ക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ പടിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ദൈവത്തിങ്കിലേക്ക് തിരിയുക. എന്താണ് അതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? ഒരു കാഴ്ചപ്പാടിന്റെ മാറ്റമാണ്. നമ്മുടെ ലോകത്തെ എങ്ങനെ കാണുന്നു എന്നതിലാണ് ആ മാറ്റം വരേണ്ടത്. നിങ്ങൾ തന്നെ ആ പൂന്തോട്ടത്തിന്റെ ഉദാഹരണം വളരെ നല്ലതാണ്. നമ്മൾ റോഡിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ കാണുന്നത് വാഹനങ്ങളും തിരക്കുമാണ്. എന്നാൽ അതേ സ്ഥലത്ത് നിന്ന് പൂന്തോട്ടത്തിലേക്ക് തിരിയുമ്പോൾ നമ്മൾ പൂക്കളും ചിത്രശലഭങ്ങളെയും കാണുന്നു. ലോകമൊന്നു തന്നെ. പക്ഷേ നമ്മുടെ നോട്ടം എങ്ങോട്ടാണോ അതനുസരിച്ച് നമ്മുടെ അനുഭവം മാറും. ദൈവത്തിലേക്ക് തിരിയുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സാധാരണ കാര്യങ്ങളിലും ദൈവികമായ അടയാളങ്ങൾ കാണാൻ ശ്രമിക്കുക. അതാണ്. നിങ്ങളുടെ കുറിപ്പിലെ ഗുരുത്വാകർഷണത്തെക്കുറിച്ചുള്ള ആ ഭാഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരേ കാര്യത്തെ എത്ര വ്യത്യസ്തമായി കാണാൻ പറ്റും എന്നതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണത്. അതൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ഇവിടെയാണ് വിഷയം കൂടുതൽ രസകരമാകുന്നത്. ഇപ്പം ന്യൂട്ടനെ സംബന്ധിച്ചിടത്തോളം ഗുരുത്വാകർഷണം എന്നത് വസ്തുക്കളെ പരസ്പരം ആകർഷിക്കുന്നൊരു ശക്തിയാണ്. ശരി. എന്നാൽ ഐൻസ്റ്റീൻ വന്നപ്പോൾ ആ കാഴ്ചപ്പാട് മാറി. അത് സ്ഥലകാലത്തിന്റെ ഒരു വക്രതയാണെന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടും ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ. അതെ. എന്നാൽ ഒരു വിശ്വാസിയുടെ കാഴ്ചപ്പാടിൽ, ദൈവത്തിലേക്ക് തിരിഞ്ഞൊരാളുടെ കണ്ണിൽ, ഗുരുത്വാകർഷണം എന്നത് ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന, നമ്മളെ ഭൂമിയിൽ സുരക്ഷിതരാക്കുന്ന ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ ഒരു അടയാളമാണ്. ശരിയാണ്. ഗ്രഹങ്ങൾ അവയുടെ ഭ്രമണപഥം തെറ്റാതെ സഞ്ചരിക്കുന്നതും നമ്മൾ നടക്കുമ്പോൾ വീണുപോകാത്തതുമൊക്കെ ആ ദൈവികമായ ഒരു സംവിധാനത്തിന്റെ ഭാഗമായി കാണാൻ തുടങ്ങും. ഇതാണ് ആ കാഴ്ചപ്പാടിലെ മാറ്റം. ശരിയാണ്. ഒരു വിമാനം പറക്കുന്നത് എഞ്ചിനീയറിംഗ് തത്വങ്ങൾ കൊണ്ടാണെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഘടകങ്ങളെ കൃത്യമായി ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു ദൈവീകമായ കഴിവാണെന്നുള്ള അതിനെ കാണാം. പക്ഷെ നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ ഈ കാഴ്ചപ്പാട് മാറ്റം എങ്ങനെയാ പ്രായോഗികമാക്കുക? എല്ലാത്തിലും ഇങ്ങനെ ദൈവീകമായ അടയാളങ്ങൾ കാണാൻ എവിടെയാ സമയം? മാറ്റുന്നു എന്ന് ഒരു നിമിഷം ചിന്തിക്കുന്നത് ഒരു തുടക്കമാണ്. സൂര്യനെന്നും രാവിലെ ഉദിക്കുന്നത് ഒരു സാധാരണ സംഭവമായി കാണുന്നതിന് പകരം കോടിക്കണക്കിന് ജീവജാലങ്ങൾക്ക് വെളിച്ചവും ഊർജവും നൽകുന്ന ഒരു വലിയ അനുഗ്രഹമായി കാണാൻ ശ്രമിക്കുക. തുടക്കത്തിൽ ഇതൊരു ബോധപൂർവമായ ശ്രമമായിരിക്കും. പക്ഷേ പതിയെ അത് നമ്മുടെ ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായി മാറും. ഓക്കെ. അപ്പം ഈ ഒരു തിരിച്ചറിവ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ കീഴടങ്ങൽ എന്നതിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തുന്നത്? അത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണോ? അതെ, അത് സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒന്നാണ്. ഇവിടെയാണ് ആ ക്രമത്തിന്റെ പ്രാധാന്യം വരുന്നത്. ദൈവത്തിന്റെ അടയാളങ്ങൾ കണ്ട് അവന്റെ സ്നേഹവും കരുണയും തിരിച്ചറിഞ്ഞ ഒരാൾക്ക് പിന്നെ കീഴടങ്ങുക എന്നത് വളരെ എളുപ്പമാണ്. നിങ്ങൾ കുറിച്ച അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം പോലെയാണത്. അത് വളരെ നല്ലൊരു ഉദാഹരണമായിരുന്നു. അതുപോലെ ഈ പ്രപഞ്ചത്തെ ഇത്ര മനോഹരമായി പരിപാലിക്കുന്ന ഒരു ശക്തിയുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം അവന് വിട്ടുകൊടുക്കാൻ നമുക്കൊന്ന് ധൈര്യം വരും. അതാണ് യഥാർത്ഥ കീഴടങ്ങൽ, അഥവാ ഇസ്ലാം. പക്ഷെ ചിലർ വാദിക്കാം, കർമ്മങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയുമല്ലേ നമ്മൾ ദൈവത്തിലേക്ക് തിരിയുന്നത്? പ്രവൃത്തിയില്ലാതെ വെറുമൊരു കാഴ്ചപ്പാടു മാറ്റത്തിന് എന്തു പ്രസക്തിയാണുള്ളത്? വളരെ പ്രസക്തമായ സംശയമാണ്. പ്രവൃത്തികൾ തീർച്ചയായും പ്രധാനമാണ്. പക്ഷേ എന്തിനാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് എന്ന ബോധ്യമില്ലാതാകുമ്പോഴാണ് പ്രശ്നം. കാഴ്ചപ്പാട് മാറാതെയുള്ള കീഴടങ്ങൽ ഒരു തരം അടിമത്തം പോലെയാണ്. എന്നാൽ കാഴ്ചപ്പാട് മാറിയതിനു ശേഷമുള്ള കീഴടങ്ങൽ സ്നേഹത്തിൽ നിന്നും നന്ദിയിൽ നിന്നും വരുന്നൊരു സമർപ്പണമാണ്. ആ ഒരു ശൂന്യത വരുന്നത് നമ്മൾ എന്തിനാണിത് ചെയ്യുന്നതെന്ന് അറിയാത്തതുകൊണ്ടാണോ? അതെ, ലക്ഷ്യം മനസ്സിലാക്കാതെ യാത്ര ചെയ്യുന്നത് പോലെയാണിത്. കാഴ്ചപ്പാട് മാറുമ്പോൾ ഓരോ കർമ്മവും ദൈവവുമായുള്ളൊരു സംഭാഷണമായി മാറും.
അപ്പോൾ അതിനൊരു ജീവനുണ്ടാകും. അപ്പോ ചുരുക്കത്തിൽ ഇതൊരു യാത്രയാണ്. ലോകത്തെ പുതിയ കണ്ണുകളോടെ കാണാൻ പഠിക്കുക, ആ കാഴ്ചയിൽ നിന്ന് ലഭിക്കുന്ന വിശ്വാസത്തോടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുക. നമ്മൾ തുടങ്ങിയ ഖുർആൻ വചനങ്ങളിലേക്ക് തിരികെ വന്നാൽ, ഈ യാത്രയിൽ തെറ്റുകൾ പറ്റാം, നമ്മൾ പൂർണ്ണരായിരിക്കണമെന്നില്ല. പക്ഷെ ആ വചനങ്ങൾ നൽകുന്ന ഉറപ്പ് വളരെ വലുതാണ്. ദൈവത്തിന്റെ കാരുണ്യത്തിൽ ഒരിക്കലും നിരാശരാകരുത്. തീർച്ചയായും ആ പ്രതീക്ഷയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഇത് നമ്മളെല്ലാവരും നടത്തുന്നൊരു യാത്രയാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായും മനസ്സിൽ വരും. ദൈവത്തിലേക്ക് തിരിയുക എന്നത് ദൈനംദിന ജീവിതത്തിൽ അവന്റെ അടയാളങ്ങൾ കാണുന്നതാണെങ്കിൽ, ഇന്നു മുതൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിൽ കാണാൻ കഴിയുന്ന, നിങ്ങളെന്നും കാണാറുള്ള അങ്ങനെയൊരു അടയാളം ഏതായിരിക്കും? ആ ഒരു ചിന്തയോടെ നമുക്ക് നിർത്താം.